പോകുന്നു കള്ളന്മാർ, പിടിക്കവന്മാരെ. ഹണി, നീ ഇതിനു മുമ്പ് ഈ സിറ്റിയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഈ പോലീസുകാരെന്തിനാ ചീറിപ്പാഞ്ഞ് നമ്മുടെ നേരെ വരുന്നേ? ഞങ്ങൾ കൊള്ളയടിച്ച പണം എവിടെ? ഓവർ ആൻഡ് ഔട്ട്. ഓവർ ആൻഡ് ഔട്ട് അല്ല, ഹണിയും പണിയുമാണ്. ഈ നിൽക്കുന്ന മങ്കടിയും നിങ്ങൾ 4 പേരും ബാങ്ക് കൊള്ളയടിച്ച് കടന്നു കളയുന്നതായി അവർ കണ്ടതായി മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളുടെ സ്കെച്ചും വരച്ചിട്ടുണ്ട്. യു ആർ അണ്ടർ അറസ്റ്റ്. ഓവർ ആൻഡ് ഔട്ട്. അല്ല, ഇത് നമ്മൾ തന്നെയാണല്ലോ. സാറ് ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞങ്ങള് കള്ളന്മാരല്ല. തെളിവുണ്ട്, സാക്ഷിയുമുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? പിടിക്കവരെ. ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവുന്ന തോന്നുന്നില്ല. വേഗം ഓടിക്കോ. നമുക്ക് കൂട്ടം തിരിഞ്ഞ് ഓടാം. രാജാ, രാജാ. എന്റെ പേര് പ്രമോദ് എന്നാണ് കൊച്ചേ. ഐസ്ക്രീം വേണോ? നല്ല സ്ട്രോബെറി ചോക്കോബാർ. അതെ രാജാ, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. നല്ല സ്ട്രോബെറി ചോക്കോബാർ. എനിക്കൊരു ഐസ്ക്രീം താ. എനിക്കും വേണം. ദാ പിടിച്ചോ, മാംഗോ സ്ട്രോബെറി. നല്ല ടേസ്റ്റ് ആണ്. ദാ മോനും പിടിച്ചോ. അല്ല, ഞാൻ ഇവിടെ വെച്ചിരുന്ന എന്റെ ഐസ്ക്രീമിന്റെ പെട്ടി എവിടെ? അതൊരു പുതിയ പെട്ടിയായിരുന്നല്ലോ വെച്ചിരുന്നത്. എവിടെ പോയത്? രാജാ, രാജാ, ഞാൻ ആ കള്ളനെ കണ്ടായിരുന്നു. ഞാൻ അവന്റെ സ്കെച്ച് വരച്ചു തരാം. എന്നാ വേഗം ഒന്ന് വരയ്ക്കേ. എന്റെ ഐസ്ക്രീമിന്റെ സ്റ്റിക്സ്. എടോ ഐസ്ക്രീം കള്ള, താൻ എന്തൊക്കെയായി പറയുന്നത്? എടോ ഐസ്ക്രീം കട്ടെടുത്തതും പോരാ, ഇപ്പൊ കിടന്ന് ചാടി കളിക്കുന്നോ? ഞാനിങ്ങനെ ചാടിക്കൊണ്ടേ സംസാരിക്കും. എന്നെ ഞാനിന്ന് പ്ലാൻ സക്സസ്ഫുൾ. ബൈ ബൈ. ഇത്രയും ചെറിയൊരു തലച്ചോറിനകത്ത് ഇത്രയും വലിയ കുരുട്ടുബുദ്ധികൾ എങ്ങനെയാണ് ഉദിച്ചു വരുന്നത് മോളെ? രാജാ, എന്റെ രാജാ. എന്റെ പേര് പ്രമോദ് എന്നാണ് കൊച്ചേ. സോറി പ്രമോദ്. അത് കുഴപ്പമൊന്നുമില്ല. എന്റെ രാജാ, അടുത്ത മോഷണം നമ്മൾ നടത്താൻ പോകുന്നത് ഈ ബാങ്കിലാണ് എന്റെ രാജാ. പോപ്പട്ടെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അഥവാ എന്റെ ചുണ്ട് വെളുത്തിരിക്കുകയായിരുന്നെങ്കിലേ ഇന്ന് വീണ്ടും ഒന്നും കൂടി ചുവന്നേനെ. ഞാൻ ഇന്നലെ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ ഉടുത്തു ഒരു വെള്ളമുണ്ട്. ഭണ്ഡാരിയ സ്റ്റേറ്റ് സിറ്റിയിൽ ബാങ്കിന്റെ മീറ്റിംഗ് ഉണ്ട്. അടികൈ. ഞങ്ങളെ നിങ്ങളോടൊപ്പം കൊണ്ടുവന്നതിൽ വളരെ നന്ദിയുണ്ട്. താങ്കൾ പോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോളൂ. ഞങ്ങൾ അപ്പോഴേക്ക് സിറ്റിയെ കണ്ടിട്ട് വരാം. ഞങ്ങളുടെ MD-യുടെ പേരാണ് GK. എന്റെ പിള്ളേരെ, എന്നാൽ ഓക്കെ. ഒരു ഓക്കെ പറയാൻ വേണ്ടിയാണോ ഈ കവിത ചൊല്ലിയത്? അപ്പൊ പിന്നെ ഈ സിറ്റിയെ കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ പറഞ്ഞേനെ? എന്റെ പിള്ളേരെ. അയ്യോ, എന്നാ അടുത്ത കവിത ഇയ്യോ വേണമെങ്കിൽ ഓടിക്കോ. നിൽക്കവിടെ, നിൽക്കാനാണ് പറഞ്ഞത്. ആ കള്ളം കടന്നു കളഞ്ഞു. ഓവർ ആൻഡ് ഔട്ട്. അതെ രാജാ, എന്റെ പേര് റിയ എന്നാണ്. മാത്രമല്ല ഞാൻ ആ കള്ളന്റെ മുഖം കണ്ടായിരുന്നു. ഇത് 4 പേരുണ്ടല്ലോ. ബാങ്കിലാകെ ഒരാൾ മാത്രമേ വന്നുള്ളൂ. എന്റെ രാജാ, ചിലപ്പോ ഇവർ ആ സംഘത്തിലുള്ളതായിരിക്കും.
പോകുന്നു കള്ളന്മാർ, പിടിക്കവന്മാരെ. ഹണി, നീ ഇതിനു മുമ്പ് ഈ സിറ്റിയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഈ പോലീസുകാരെന്തിനാ ചീറിപ്പാഞ്ഞ് നമ്മുടെ നേരെ വരുന്നേ? നിങ്ങൾ കൊള്ളയടിച്ച പണം എവിടെ? ഓവർ ആൻഡ് ഔട്ട്. ഓവർ ആൻഡ് ഔട്ട് അല്ല, ഹണിയും പണിയുമാണ്. ഈ നിൽക്കുന്ന മങ്കടി നിങ്ങൾ 4 പേരും ബാങ്ക് കൊള്ളയടിച്ച് കടന്നു കളയുന്നതായി അവർ കണ്ടതായി മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ദാ നിങ്ങളുടെ സ്കെച്ചും വരച്ചിട്ടുണ്ട്. യു ആർ അണ്ടർ അറസ്റ്റ്. ഓവർ ആൻഡ് ഔട്ട്. അല്ല, ഇത് നമ്മൾ തന്നെയാണല്ലോ. സാറ് ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞങ്ങള് കള്ളന്മാരല്ല. തെളിവുണ്ട്, സാക്ഷിയുമുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? പിടിക്കവരെ. ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവുന്ന തോന്നുന്നില്ല. വേഗം ഓടിക്കോ. നമുക്ക് കൂട്ടം തിരിഞ്ഞ് ഓടാം. എല്ലാവരും ദാ ഇവിടെ വിളിക്ക്. കൂട്ടുകാരെ, നമ്മുടെ രൂപത്തിലുള്ള സ്കെച്ച് എന്തോ പന്തികേട് പോലെ. അതെ, സ്കെച്ചിൽ എന്റെ മൂക്കിന് വല്ലാണ്ട് നീളം കൂടി പോയി. എടാ കഴുതേ, ആ മങ്കി നമ്മുടെ സ്കെച്ച് ഉണ്ടാക്കില്ലേ, അതിനെ കുറിച്ചാ ഞാൻ നിന്നോട് പറഞ്ഞേ. നിങ്ങൾക്ക് എന്താ കണ്ണു കണ്ടൂടെ? ഞങ്ങളോട് ഒളിച്ചിരിക്കുന്ന കാര്യം അറിയില്ലേ? ഞാൻ സാറിനോട് ആവശ്യമില്ല ചൂടായത്. സോറി. വേഗം ബസ്സിലോട്ട് കേറിക്കോ. എന്തു പറ്റി? എന്തിനെങ്ങനെ ചിരിക്കുന്നേ? എടോ, ഞാൻ ചിരിക്കുകയല്ല, കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആരോ ഒരാൾ എന്റെ സ്കെച്ച് വരച്ചുണ്ടാക്കിയിട്ട് എന്റെ മേലെ ഐസ്ക്രീം മോഷ്ടിച്ചു എന്നൊരു കുറ്റവും ആരോപിച്ചു വിട്ടു. മാത്രമല്ല ഐസ്ക്രീംകാരൻ എന്നെ കുറെ തല്ലി. ആർട്ട് വർക്ക് ബൈ റിയ, ആർട്ട് വർക്ക് ബൈ റിയ. കണ്ടില്ലേ, ആ കള്ളി മങ്കടി തെറ്റായ സ്കെച്ച് ഉണ്ടാക്കി മോഷണ കുറ്റം മറ്റുള്ളവരുടെ തലയിൽ വെക്കുക. ഇതിന്റെ അർത്ഥം ഇവക്കും ആ കള്ളനുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അവളെ ഞാൻ വെറുതെ വിടില്ല. ദേ ഒരു പാറ്റ. എവിടെ എവിടെ പാറ്റ? എവിടെ? പാറ്റയെന്ന് പറഞ്ഞപ്പോ പേടിച്ചു. ആ നീയാണോ മങ്കിണിയെ പിടിക്കാൻ പോകുന്നത്? ആദ്യം നമുക്ക് വേഷം മാറാം. ആദ്യം ആ മങ്കിണിയെ പിടിക്കുന്നതിന് മുമ്പ് പോലീസ് നമ്മളെ പിടിക്കാൻ പാടില്ലല്ലോ. എന്നാ ശരി, ഞാൻ വേഗം സോർദാറിന്റെ മുഖം മൂടി വെക്കാം. ബണ്ണി പോപ്പട്ടിന്റെയും പിന്നെ പോപ്പട്ട് എന്റെയും മുഖം മൂടി വെക്കട്ടെ. അങ്ങനെ വേഷം മാറിയാലോ? എടാ കഴുതേ, നമ്മൾ അന്യോന്യം വേഷം മാറ്റിയിട്ടാ പോലീസുകാർക്ക് എളുപ്പത്തിൽ നമ്മളെ കണ്ടുപിടിക്കാൻ കഴിയും. ഐഡിയ, ഞാനൊരു ഐഡിയ പറയാം. കങ്കാരു ചേട്ടാ, ചേട്ടന്റെ ഫോൺ തന്നെ. ഹലോ ഖന്ന സാറേ. കള്ളൻ, കള്ളൻ, പിടിക്കവരെ. കള്ളൻ, വേഗം പിടിക്ക്. കള്ളൻ, ആരെങ്കിലും പിടിക്ക്. കള്ളൻ, പിടിക്ക്. കള്ളൻ. ഞാൻ ആ കള്ളനെ വളരെ അടുത്ത് നിന്ന് കണ്ടതാണ്. ദാ പിടിച്ചോ അയാളുടെ സ്കെച്ച്. അയ്യോ, ഇത് കാണ്ടാമൃഗമല്ലേ? ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഒരുപാട് അടുത്ത് നിന്നാണ് കണ്ടത്. അത്രയും അടുത്ത് നിന്ന് കണ്ടപ്പോ കാണ്ടാമൃഗത്തെയാണ് കണ്ടത്. ഹലോ വിദ്യ. അയ്യോ, നിങ്ങൾക്ക് തെറ്റി. എന്റെ പേര് റിയ എന്നാണ്. പ്രിയേ, ഞങ്ങളുടെ കടയിൽ മോഷണം നടന്നിരിക്കുകയാണ്. നീ മോഷ്ടിച്ചാളുടെ സ്കെച്ച് ഉണ്ടാക്കാൻ മിടുക്കിയാണെന്ന് ഞങ്ങൾ കേട്ടറിഞ്ഞതാണ്. അതേ രാജാ, ഇനി നമ്മളൊന്ന് മോഷ്ടിക്കാൻ കയറിയ ജ്വല്ലറി ഷോപ്പിന്റെ ഉടമസ്ഥരൊന്നും അല്ലല്ലോ ഇത്. എന്തായാലും നമുക്ക് ആ 4 മണ്ടന്മാരുടെ സ്കെച്ച് ഉണ്ടാക്കി കൊടുക്കാം. അതെന്തായാലും നന്നായിരിക്കും മോളെ, നല്ല പ്ലാനാണ്. ഇതാ കള്ളന്മാര്. നിന്നെക്കാളും വലിയൊരു വിധിയെ കണ്ടിട്ടേ ഇല്ല. താങ്കൾ പറഞ്ഞു വരുന്നത് എന്താണ്? സത്യത്തിൽ ഞങ്ങൾക്ക് ഒരു കട പോലും ഇല്ല. അപ്പ പിന്നെ സ്കെച്ച് ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഇതാണ് നീ പറഞ്ഞ കള്ളന്മാരല്ലേ? ഇത് ഞങ്ങൾ തന്നെയാണ്. അയ്യോ രാജാ, എന്റെ പേര് പോപ്പട്ടെന്നാണ്. സോറി. അത് കുഴപ്പമില്ല. താങ്ക് യു രാജാ. അയ്യോ രാജാ.
അയ്യോ ഇൻസ്പെക്ടർ, എന്നെ വേഗം ജയിലിൽ അടയ്ക്കൂ. എല്ലാ മോഷണവും ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. എന്നോട് ക്ഷമിക്കണേ സാറേ, ക്ഷമിച്ച് മാപ്പ് തരണേ. ഖന്ന സാറേ, ഞങ്ങൾ ഈ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയാ സാറിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ അതൊരു ആ പറഞ്ഞത് സഹായം. ശരിയാ എന്റെ പിള്ളേരെ, കള്ളന്മാരെ നിങ്ങൾ പിടിച്ചു കൊടുത്തു. 0. ഹണി ബണി പോപ്പറ്റ് സോർദാർ, നിങ്ങളാണ് ശരിക്കും ഞങ്ങളുടെ ഹീറോ. അടികൈ. നിങ്ങൾ 4 പേര് ശ്രമിച്ചത് കാരണം ഈ സിറ്റിയിലെ വലിയ 2 കള്ളന്മാരാണ് പിടികൂടാൻ കഴിഞ്ഞത്. പത്രത്തിൽ നിങ്ങൾ 4 പേരുടെയും പേര് ഞാൻ പ്രസിദ്ധീകരിക്കും. ബണി, ബണി, സോർദാർ ആൻഡ് പോപ്പട്ട്. ഓവർ ആൻഡ് ഔട്ട്. ഞങ്ങളുടെ 4 പേരുടെ പേര് മാത്രം മതി. ഓവർ ആൻഡ് ഔട്ട് വേണ്ട. മനസ്സിലായോ? എന്നാൽ നിങ്ങൾ 3 പേരുടെ പേര് പിടികൂടാൻ സഹായിച്ചവരുടെ ലിസ്റ്റിലിടാം. പിന്നെ ഇതാ ഈ ഹണിയുടെ പേര് ഈ കള്ളന്മാരുടെ ലിസ്റ്റിൽ തന്നെ ചേർത്തേക്കാം. അയ്യോ, അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ കന്നാ സാറേ. എന്നാ പിന്നെ ഞാൻ ഓവർ ആൻഡ് ഔട്ടായി പോവും.